ആകാശവാണി വാർത്താവീക്ഷണം. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ലക്ഷ്മി ശ്രീവിജയ. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ലോകജനതയ്ക്ക് എന്നും ആകാംക്ഷയാണ്. സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും US ലോകരാജ്യങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം അത്രത്തോളം ശക്തമാണെന്നുള്ളതാണ് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ US-ലെ ഭരണമാറ്റം ലോകത്തെ സ്വാധീനിക്കുന്നു. പക്ഷേ പതിവ് ആകാംക്ഷയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇക്കുറി US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. സമാനതകളില്ലാത്ത സംഭവങ്ങളും വിവാദങ്ങളും സംഘർഷവും കൊണ്ട് US രാഷ്ട്രീയം കലങ്ങിമറിയുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പടിവാതിൽ നിൽക്കെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്ക് മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വരിക, പിന്മാറ്റത്തിന് പിന്നിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഭീഷണിയാണെന്നുള്ള ആരോപണമുയരുക, പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടും പിന്തുണയ്ക്കാതെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ മുതിർന്ന നേതാക്കൾ, എതിർ സ്ഥാനാർത്ഥിക്ക് വെടിയേൽക്കുക, അങ്ങനെ ഹോളിവുഡ് തിരക്കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ കൊണ്ട് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രംഗം ആകാംക്ഷാഭരിതമായിരിക്കുകയാണ്. 2020 തുടർച്ചയായാണ് നവംബർ 5 നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചത്. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് ജോ ബൈഡനും എതിർ സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ നേതാവും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും കളം നിറഞ്ഞു. പതിവിന് വിപരീതമായി പ്രായമായിരുന്നു തുടക്കത്തിൽ US തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ടത്. 80 കഴിഞ്ഞ ബൈഡന്റെ അനാരോഗ്യവും ഓർമ്മക്കുറവും പ്രധാന പോരായ്മയായി ചർച്ച ചെയ്യപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥി 78-കാരൻ ഡൊണാൾഡ് ട്രംപിന് നേരെ ഉന്നയിക്കപ്പെട്ടതാകട്ടെ അനവധി ക്രിമിനൽ കേസുകളും. കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടെ US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റൽ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ളവ ട്രംപിന് തിരിച്ചടിയായി. ക്രിമിനൽ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട ആദ്യത്തെ മുൻ പ്രസിഡന്റ് എന്ന നാണക്കേടുമായാണ് ഡൊണാൾഡ് ട്രംപ് മത്സരരംഗത്തിറങ്ങിയത്. ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി ഒട്ടും കുറച്ചിട്ടില്ല. പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ 10 മുതൽ 15% മുന്നിലായിരുന്നു എല്ലാ അഭിപ്രായ വോട്ടെടുപ്പിലും ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി. അടുത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുറപ്പിക്കവെയാണ് US രാഷ്ട്രീയത്തിൽ എല്ലാം കീഴ്മേൽ മറിയുന്നത്. 2 വയോധികർ തമ്മിലുള്ള മത്സരത്തെ പലരും വിരസമായി കണ്ടിടത്ത് നിന്ന് പെട്ടെന്ന് ഉദ്യോഗത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം വഴിമാറി. എതിർ സ്ഥാനത്ത് കമല ഹാരിസ് എത്തിയതോടെ ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും തങ്ങളുടെ തന്ത്രങ്ങളിലും അടവുകളിലും മാറ്റം വരുത്തേണ്ടത് അനിവാര്യമായി തീർന്നു. സ്ലീപ്പി ജോ അഥവാ ഉറക്കം തൂങ്ങി ജോ തുടങ്ങിയ ട്രോളുകളിൽ ഒതുക്കി ജോ ബൈഡനെ അശക്തനായ എതിരാളിയായി കണ്ട തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കമല ഹാരിസ് വന്നതിന്റെ അങ്കലാപ്പാണ് റിപ്പബ്ലിക്കൻ പാളയത്തിലിപ്പോൾ. ജൂൺ 29 അറ്റ്ലാന്റയിൽ CNN ചാനൽ നടത്തിയ സംവാദത്തിൽ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും നേർക്കുനേർ എത്തിയതോടെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ടത്. അതിനുശേഷം പൊതുയോഗത്തിൽ സംസാരിക്കവേ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വിമതസ്വരങ്ങളെ കുറയ്ക്കാനും ട്രംപിന് പിന്നിൽ പാർട്ടിയെ ഒന്നടങ്കം നിലയുറപ്പിക്കാനും സഹായിച്ചു. തന്റെ വൈസ് പ്രസിഡന്റായി ഒഹായോയിൽ നിന്നുള്ള JD വാൻസിനെ തീരുമാനിച്ചതും ട്രംപിന് അനുകൂലമായി. വാൻസിന്റെ പ്രായക്കുറവ് തന്റെ പ്രായ കൂടുതലിന് പരിഹാരമായി ട്രംപ് കണ്ടു. ഇതോടൊപ്പം ആദ്യ സംവാദത്തിൽ തന്നെ ട്രംപിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ബൈഡന്റെ ചിത്രവും റിപ്പബ്ലിക്കുകാർ ആഘോഷിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ചൂടുപിടിപ്പിക്കുന്ന സംവാദങ്ങൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ചട്ടപ്രകാരം അനിവാര്യമല്ല. പക്ഷേ US തെരഞ്ഞെടുപ്പിൽ ഓപ്പൺ ഡിബേറ്റുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. 2 ചേരിയിലുമില്ലാത്ത നിഷ്പക്ഷവാദികൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനമെടുക്കുന്നത് സംവാദങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തെ ആശ്രയിച്ചാണ്. ഇക്കാര്യത്തിൽ ആദ്യത്തെ സംവാദത്തിൽ തന്നെ പരാജയപ്പെട്ട ബൈഡന്റെ പിന്മാറ്റത്തിനായി ശബ്ദം ഉയരാൻ തുടങ്ങി. ബൈഡന് വിശ്രമിക്കാനുള്ള സമയമായെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് വൻ മുന്നേറ്റം നടത്തിയപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രമുഖ നേതാക്കൾ ബൈഡനെതിരെ പരസ്യമായി രംഗത്തുവന്നു. ദൈവത്തിനു മാത്രമേ തന്നെ മത്സരത്തിൽ നിന്നു പിന്മാറ്റാനാകൂ എന്ന പിടിവാശിയിൽ ജോ ബൈഡൻ ഉറച്ചുനിന്നു. പക്ഷേ വിവാദങ്ങളും വിമർശനങ്ങളും ബൈഡന് പിന്നാലെ ഉണ്ടായിരുന്നു. നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ നാക്കുപിഴയും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് വിളിച്ചതും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേര് തെറ്റായി പറഞ്ഞതും ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ എടുത്തുകാട്ടി. ഇങ്ങനെ പ്രതിസന്ധികൾ ഒന്നൊന്നായി നിൽക്കുമ്പോഴാണ് ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ച് പ്രചാരണം അവസാനിപ്പിക്കേണ്ടി വന്നത്. ബൈഡനെ എന്നും പിന്തുണച്ചിട്ടുള്ള മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും മുൻ സ്പീക്കർ നാൻസി പെലോസിയും അദ്ദേഹത്തിന്റെ വിജയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചതും തിരിച്ചടിയായി. ദിവസങ്ങളോളം പാർട്ടിയെ അനിശ്ചിതത്വത്തിൽ നിർത്തിയ ജോ ബൈഡൻ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു.
സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുടെ ഭീഷണിയും സമ്മർദ്ദവും കാരണമെന്ന വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത് ന്യൂയോർക്ക് പോസ്റ്റായിരുന്നു. ബൈഡനെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചുവെന്നായിരുന്നു പത്രത്തിന്റെ പ്രധാന തലക്കെട്ട്. രണ്ടാമതും മത്സരിക്കാൻ താൽപര്യമുണ്ടായിരുന്ന ബൈഡന് ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നുവെന്ന് കുടുംബാംഗങ്ങളിലെ ചിലരുടെ വെളിപ്പെടുത്തലുകളാണ് ന്യൂയോർക്ക് പോസ്റ്റ് വാർത്തയുടെ അടിസ്ഥാനം. ജോ ബൈഡന്റെ പിന്മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ചേർന്ന് നടത്തിയ അട്ടിമറിയാണെന്ന് എതിർ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും പൊതുയോഗങ്ങളിൽ ആരോപിച്ചു. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയതു മാത്രമല്ല, ബൈഡനെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് തന്നെ രാജിവെപ്പിച്ച് പകരം കമലാ ഹാരിസിനെ ചുമതലയേൽപ്പിക്കാനും പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചുവെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞുകൊടുത്ത് പ്രസിഡന്റ് പദവി ബൈഡൻ നിലനിർത്തിയെന്നാണ് പറയപ്പെടുന്നത്. ബൈഡനു പകരം അരിസോണ സെനറ്റർ മാർക്ക് കെല്ലിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നതിനോടായിരുന്നു ഒബാമയ്ക്കും മറ്റു ചിലർക്കും താൽപര്യം. മറ്റൊരു പ്രബല വിഭാഗം ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാനും ശ്രമിച്ചു. പാതിവഴിയിൽ നിരാശനായി പിന്മാറേണ്ടി വന്ന ജോ ബൈഡൻ ഇതിനെല്ലാം പകരമായി പാർട്ടിയിലെ ഉന്നതന്മാരെ വെട്ടിലാക്കുന്ന മറുതന്ത്രമാണ് പ്രയോഗിച്ചത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ആദ്യം പ്രസ്താവനയിലൂടെ അറിയിച്ച ബൈഡൻ അരമണിക്കൂറിന് ശേഷം രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ തനിക്കു പകരം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് അദ്ദേഹത്തിനെതിരെ തന്ത്രങ്ങളൊരുക്കിയവർക്ക് തിരിച്ചടിയായി. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ, കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം, ജോഷ് ഷാപ്പിറോ എന്നിവരെ കൊണ്ട് കമലയ്ക്ക് ആദ്യമേ പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതോടെ മറ്റൊരു പേര് ഉയർന്നുവരുന്നതിന് തടയിടാൻ ജോ ബൈഡന് കഴിഞ്ഞു. കമലയുടെ പേര് നിർദ്ദേശിച്ചതിനു പിന്നാലെ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള പുതിയ മുദ്രാവാക്യവുമായി ഡെമോക്രാറ്റ് അണികൾ മുന്നോട്ട് വരികയും മുതിർന്ന നേതാക്കളിൽ ഭൂരിപക്ഷം പിന്തുണച്ചിട്ടും കമലയെ അനുകൂലിക്കുന്ന കാര്യത്തിൽ 3 ദിവസം ബരാക് ഒബാമ മൗനിയായി. ഒടുവിൽ ബരാക് ഒബാമയും ഭാര്യ മിഷേൽ ഒബാമയും കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഡെമോക്രാറ്റിക് പാർട്ടി നേരിട്ട പ്രതിസന്ധി ഒഴിഞ്ഞുപോയി. ബൈഡൻ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി എത്തിയ കമലയ്ക്ക് പാർട്ടിക്കുള്ളിൽ നടത്തിയ വെർച്വൽ വോട്ടിംഗിൽ 99% പ്രതിനിധികളുടെ പിന്തുണയും ലഭിച്ചു. വൈറ്റ് ഹൌസിലേക്കുള്ള പാതയിൽ നിരവധി ചരിത്രങ്ങൾ മാറ്റിയെഴുതിയ നേതാവാണ് കമലാ ഹാരിസ്. അമേരിക്കയുടെ 49ാം വൈസ് പ്രസിഡന്റായ കമല അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയും കറുത്ത വർഗത്തിൽപ്പെട്ട വ്യക്തിയുമാണ്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതോടെ ഹിലാരി ക്ലിന്റന് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന രണ്ടാമത്തെ വനിതയുമായി. ഇനി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ യുഎസിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ആഗോള പെരുമയും കമലയ്ക്ക് സ്വന്തമാകും. ജനാധിപത്യത്തെയും തുല്യനീതിയെയും കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന അമേരിക്കയിൽ ആദ്യമായി ഒരു കറുത്ത വർഗക്കാരിയെ പ്രസിഡന്റാക്കി എന്നതിന്റെ ചരിത്ര നിയോഗവും ഡെമോക്രാറ്റുകൾക്ക് അവകാശപ്പെടാനാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നടന്ന സർവേ ഫലങ്ങളിലെല്ലാം ട്രംപിനൊപ്പമാണ് കമലയുടെ ജനപ്രീതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപോ പിന്നീടോ ഒരു സർവേ ഫലങ്ങളിലും ജോ ബൈഡന് ഡൊണാൾഡ് ട്രംപിനൊപ്പം എത്താൻ കഴിയാത്തിടത്താണ് കമലാ ഹാരിസിന്റെ ഈ നേട്ടമെന്നത് ശ്രദ്ധേയം. മാത്രവുമല്ല, കമല സ്ഥാനാർത്ഥിയായതിനു ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള പണമൊഴുക്ക് പുതിയ റെക്കോർഡും സൃഷ്ടിച്ചു. എന്നാൽ കമലാ ഹാരിസിന് ഇടതുപക്ഷ ഭ്രമമാണെന്നും അവർ ഭരിക്കാൻ യോഗ്യയല്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബൈഡനെ തോൽപ്പിക്കുന്നതിലും എളുപ്പം കമലയെ തോൽപ്പിക്കാനാകുമെന്ന ട്രംപിന്റെ പരിഹാസം ഒരു സ്ത്രീ എന്ന നിലയിൽ കമലയെ താഴ്ത്തിക്കാണിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ കാലിഫോർണിയയിൽ പ്രോസിക്യൂട്ടറായും അറ്റോർണി ജനറലായും സേവനം അനുഷ്ഠിക്കുമ്പോൾ എല്ലാത്തരം കുറ്റവാളികളെയും കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് ട്രംപിനെ നേരിടേണ്ട രീതി തനിക്കറിയാമെന്നും കമലാ ഹാരിസ് തുറന്നടിച്ചു. കമലയുടെ അമ്മ ബയോമെഡിക്കൽ സയന്റിസ്റ്റായ ശ്യാമള ഗോപാലൻ തമിഴ്നാട്ടിലെ തിരുവാരൂർ സ്വദേശിയാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ ജമൈക്കൻ വംശജൻ ഡൊണാൾഡ് ഹാരിസ് ആണ് കമലയുടെ അച്ഛൻ. ഭർത്താവ് അഭിഭാഷകനായ ഡഗ്ലൽ എമോഫ് ജൂതവംശജനും. തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ടീം വോൾസിനെ പ്രഖ്യാപിച്ചതോടെ അമേരിക്കൻ വംശജരുടെ പിന്തുണ ലഭിക്കുമെന്നാണ് കമല കണക്കുകൂട്ടുന്നത്. കമലയുടെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ സമൂഹവും കാണുന്നത്. അമേരിക്കയിലെ 44 ലക്ഷം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതീക്ഷയും പ്രതിനിധിയുമാണ് കമലാ ഹാരിസ് എന്ന് അവരുടെ പ്രചാരണ വിഭാഗത്തിലെ ഇന്ത്യൻ വംശജനായ അജയ് ഭൂട്ടോറിയ അഭിപ്രായപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ 4 വരെ നടത്തിയ മിക്ക സർവേ ഫലങ്ങളിലും ട്രംപിനേക്കാൾ മുൻതൂക്കം കമലയ്ക്കാണ്. ജനാധിപത്യ മൂല്യങ്ങൾ, ഗർഭഛിദ്ര അവകാശം എന്നീ വിഷയങ്ങൾ കമലയ്ക്ക് പിന്തുണയാകുമ്പോൾ കുടിയേറ്റം, സമ്പദ് വ്യവസ്ഥ, ഗാസ യുദ്ധം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിലെ ജനപിന്തുണയാണ് ട്രംപിന് അനുകൂലമാകുന്നത്. നവംബർ 5 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്ക ആരെ തെരഞ്ഞെടുക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകവും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്.